തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക്. അവിടെ ഒട്ടേറെ സസ്പെൻസുകൾക്കൊടുവിലാണ് LDF-ഉം NDA-യും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതോടെ മണ്ഡലത്തിൽ ഇപ്പോൾ പ്രചാരണ ചൂട് ഏറിയിരിക്കുകയാണ്. നേരത്തെ കളത്തിലിറങ്ങിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF-ലെ CP ജോൺ. LDF-നായി നടൻ സുധീർ കരമനയും NDA-യ്ക്കായി കരമന ജയനും പ്രചാരണത്തിൽ സജീവമായി. 2 കരമനമാരാണ്. അതെ, UDF സ്ഥാനാർത്ഥിയായി CMP-യിലെ CP ജോണാണ് തിരുവനന്തപുരം സെൻട്രലിൽ ആദ്യം കളത്തിലിറങ്ങിയത്. 2011 പുനർനിർണയം നടന്ന ശേഷം 2 തവണയും UDF-നൊപ്പം നിന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. 2021 LDF സ്ഥാനാർത്ഥി ആന്റണി രാജു വിജയിച്ചു കയറി. തീരദേശ മേഖലയിലെ 30% വരുന്ന ക്രൈസ്തവ വോട്ടുകൾ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും. വളരെ നല്ല കോൺഫിഡൻസ് ആണ്. ആളുകൾക്ക് ഗവൺമെൻറ്റിനെ മാറ്റണം. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിരാകേന്ദ്രം ഈ മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ഉഷാറാണ്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് മത്സരിക്കാനാവാത്ത സാഹചര്യത്തിൽ LDF ഒഴിച്ചിട്ട മണ്ഡലം. ജനാധിപത്യ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാവാതെ വന്നതോടെയാണ് സുധീർ കരമന ഇടതു സ്വതന്ത്രനായി എത്തുന്നത്. നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനും ഒരു അമിക്കബിളായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നീങ്ങുന്നത്. തീരദേശ പ്രദേശത്തും ഒക്കെ വരുന്ന പല പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അവർക്ക് അനുകൂലമായി ഞാൻ മാറി നിന്നുകൊണ്ടല്ല എപ്പോഴും സംസാരിക്കുക. അവരിൽ ഒരാളായി അവരോടൊപ്പം നിന്നുകൊണ്ട് മാത്രം എൻ്റെ പ്രതികരണം അങ്ങനെയായിരിക്കും. നടൻ കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞുകേട്ട മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസമാണ് കരമന ജയനെ പ്രഖ്യാപിക്കുന്നത്. കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന മണ്ഡലത്തിൽ BJPക്ക് സ്വാധീനമുണ്ടെന്നിരിക്കെ വിജയത്തിൽ കുറഞ്ഞൊന്നും NDA പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ 100% ഉറപ്പായിട്ടുള്ള വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. നഗരത്തിലെ 4 നിയോജക മണ്ഡലം നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം ഈ 4 നിയോജക മണ്ഡലത്തിലും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ള വിജയത്തിൻ്റെ തുടർച്ച ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഉറപ്പ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ വിജയം പ്രവചനാതീതമാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2 തവണ വലത്തോട്ടും 1 തവണ ഇടത്തോട്ടും ചാഞ്ഞ മണ്ഡലം. കോർപ്പറേഷൻ പിടിച്ചെന്ന ആത്മവിശ്വാസത്തിൽ BJPയും അങ്കത്തട്ടിലിറങ്ങിയതോടെ ഇനി തീപാറുന്ന പോരാട്ടത്തിന്റെ ദിനങ്ങൾ. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം S വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.